ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആദർശ് പറയാണ്, ഏതായാലും കല്യാണിയെ കാണാൻ കഴിഞ്ഞത് നന്നായി. ചാനലിലൊക്കെ പ്രോഗ്രാം വരത്തില്ലേ? അത് കേട്ട് കിരൺ പറയാണ്, വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എടാ, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് പറയാം. നാനയുടെ അത്രയും നല്ലൊരു ഡിസൈനർ നിൻ്റെ കമ്പനിയിൽ ഇല്ലെന്ന് നിനക്ക് കൃത്യമായിട്ടറിയാം, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ കല്യാണിയെ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയതുപോലെ നീ നാനയ്ക്ക് ആ സെക്ഷൻ അങ്ങ് വിട്ടുകൊടുക്ക്. അങ്ങനെയെങ്കിൽ നിൻ്റെ ജ്വല്ലറിക്ക് നല്ല വളർച്ചയുണ്ടാവും. അപ്പോൾ അത് കേട്ടിട്ട് ആദർശ് പറയാണ്, അങ്ങനെ ചില പ്ലാനിങ്ങൊക്കെ എനിക്കുണ്ട്, എന്നാൽ പോവാം. കല്യാണിയും കിരണും പ്ലേറ്റ് കളഞ്ഞ് കൈ കഴുകാൻ പോയ സമയത്ത് ആദർശ് പറയാണ്, അതെ, ഇപ്പം നമ്മളെ ജീവിതത്തിൽ കുഴപ്പവും പ്രശ്നമൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോവുക. അത് ആര് ചോദിച്ചാലും ആത്മവിശ്വാസത്തോടെ തന്നെ പറയണം. അപ്പോൾ നാന പറയാണ്, പറയാം. അവർ വന്നിട്ട് പറയാണ്, എടാ, ഇനിയിപ്പോൾ എന്താ പ്രോഗ്രാം? ഇനിയൊന്നുമില്ല, ഇനി എത്രയും പെട്ടെന്ന് വീടെത്തണം. എൻ്റെ കുടുംബ വീട്ടിലാണ് താമസം. അതായത് കിരൺ പറയാണ്. അപ്പോഴാണ് നാന ചോദിക്കുന്നത്, അല്ല, കല്ലുമോൻ എവിടെ? അതെ, നാളെ പോകുമ്പം കല്ലുമോനോട് യാത്ര പറയാൻ ഇവൾക്കൊരു വിഷമം. അതുകൊണ്ട് കല്ലുമോനെ ഞങ്ങൾ കൂടെ കൂട്ടിയില്ല. കല്ലുമോനവിടെ നിൽക്കട്ടെ, ഇനി എന്നാ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുക, ലാളിക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് കല്യാണി. അത് കേട്ട് ആദർശം നാനയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, നല്ല ദാമ്പത്യമാണെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അതിന് വ്യക്തമായൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. എത്രയാ ഏട്ടാ? അപ്പോൾ ആദർശ് പറയാണ്, എടാ, ഞാൻ കൊടുത്തോളാം. എടാ, എൻ്റെ ഭാര്യയ്ക്കാണ് അംഗീകാരം കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഇതൊന്നുമല്ല ചിലവ് ചെയ്യേണ്ടത്, കിരൺ പറയാ. എങ്കിലും ഇതൊരു തുടക്കമാവട്ടെ. ഇനി ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടണം. അനിയെയും ഭാര്യയെയും നിന്റെ കുടുംബത്തെയും ഒക്കെ വിളിച്ചിട്ട്. ശരിയെന്നാ എന്ന് പറഞ്ഞ് അത് കിരണും കല്യാണിയും പോകാനൊരുങ്ങാണ്. അപ്പോൾ പൈസയൊക്കെ എത്രയാണെന്ന് ചോദിച്ച് പൈസ കൊടുക്കുകയാണ് കിരൺ. അങ്ങനെ കിരൺ പൈസയും പേ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴൊക്കെ അതായത് ആദർശിനെയും നയനനെയും കുറിച്ചല്ലേ ആലോചിച്ചത്, അതുപോലെ തന്നെ അവരിതാ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ. അപ്പോൾ കിരൺ പറയാണ്, ഈ സമയത്ത് അവരെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയല്ല. നിന്നെ ആദരിക്കുന്ന ചടങ്ങ് മാത്രമല്ലല്ലോ, അവിടെ കോമ്പറ്റീഷനുമില്ലേ, വിജയിച്ചു വാ. എല്ലാ അനുഗ്രഹങ്ങളും നയന കൊടുക്കുവാണ്. ഓക്കേടാ, ബായ് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്കേക്ക് പിരിഞ്ഞു. പിന്നെ കാണിക്കുന്നത് രൂപയെയും അതായത് ആദർശിൻ്റെ കിരണിൻ്റെ അച്ഛനെയുമാണ്. അപ്പോൾ കിരണിൻ്റെ അച്ഛൻ പറയാണ്, എടോ, ഞാനിപ്പോൾ പൂത്തിരിയും കമ്പിത്തിരിയും ഒക്കെ വാങ്ങിച്ചത് വെറുതെ അല്ല. പിള്ളേരാണെങ്കിൽ രണ്ടുപേരും വലിയ സങ്കടത്തിലുമാണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു പൊളിക്കണം. അപ്പോൾ രൂപ പറയാണ്, അതിനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. കല്യാണി പോകുന്നത് വലിയൊരു ബഹുമതി സ്വീകരിക്കാനാണല്ലോ, അതുപോലെ തന്നെ അവിടെ ഒരു കോമ്പറ്റീഷനിലും പങ്കെടുക്കുന്നുണ്ട്. അതെ, അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ, പിള്ളേരെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യിക്കണ്ടേ. കിരണാണ് കല്യാണിയെ ഡൽഹിയിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്കിലും അതുകൊണ്ട് അവൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നതും നമ്മളെ മോന. അതുപോലെ തന്നെ കല്യാണിക്കും കുഞ്ഞിനും ആണെങ്കിൽ കിരണിനെ പിരിയുന്നതിലും നല്ല വിഷമം കാണും. അത് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. അപ്പോഴേക്കും സെർവൻറ്റ് ഒരു കെട്ടുമായിട്ട് വന്നിട്ട് പറയാണ്, മേഡം, അച്ചാറൊക്കെ റെഡിയാ. അപ്പോൾ ചന്ദ്രസേനൻ പറയാണ്, വന്നിട്ട് കഴിക്കാനും കൂടി ഉണ്ടല്ലോ. വന്നിട്ട് കഴിക്കാനും ഉണ്ട്, പക്ഷേ സാറേ, എല്ലാം മേഡം നോക്കിയും കണ്ടും ചെയ്തതല്ലേ, ഞാൻ സഹായിച്ചെന്നേ ഉള്ളൂ. അപ്പോഴേക്കും കല്യാണിയും കിരണും എത്തി. അപ്പോൾ സെർവൻറ്റ് പറയാണ്, ദേ അവരിങ്ങെത്തി. കിരൺ വന്നിട്ട് പറയാണ്, നിങ്ങളാരും ഉറങ്ങുന്നില്ലേ? എങ്ങനെ ഉറങ്ങാനാടാ മോനെ, നമ്മളിന്ന് അടിച്ച് പൊളിക്കാൻ പോവുക. അടിച്ചു പൊളിക്കാനോ? പിന്നല്ലാതെ, മോൾക്കൊരു ബഹുമതി കിട്ടിയപ്പോൾ നമ്മൾ കേക്ക് മാത്രമേ മുറിച്ചുള്ളൂ. ഇപ്പോൾ മോളെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങാ. അതവിടെ കാണാനാണെങ്കിൽ നമ്മളാരും അവിടെ ഇല്ല. അപ്പോൾ അതിന് അഡ്വാൻസായിട്ട് ചെറിയൊരു കരിമരുന്ന് പ്രയോഗം. അപ്പോൾ ചന്ദ്രസേനൻ വീണ്ടും പറയാണ്, കമ്പിത്തിരി മത്താപ്പൂ ഒക്കെ കത്തിച്ച് നമ്മളിന്ന് ആഘോഷിക്കുക. എന്തായാലും ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇത്തിരി വൈകിയാലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ രൂപേ പറയാണ്, അതെ, ഇന്ന് അതിനുള്ള മൂടില്ല അമ്മേ.
മൂടൊക്കെ ഉണ്ടായിക്കോളും. ഇന്നത്തെ രാത്രി ഈ വീട്ടുമുറ്റത്ത് പ്രകാശം പരക്കട്ടെ, എല്ലാവരുടെയും മുഖത്ത് പൂത്തിരി കത്തട്ടെ. അപ്പോൾ കിരൺ പറയാണ്, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ തുടങ്ങി പൂത്തിരിയും കമ്പിത്തിരിയും ഒക്കെ കത്തിച്ച് ആഘോഷിക്കുകയാണ്. നീ പോകുന്നതിൻ്റെ സങ്കടം എല്ലാവർക്കും, പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഒരു ആഘോഷം. എടാ, നീ വിഷമിക്കാതെ, മോള് പോകുന്നൊരു നല്ല കാര്യത്തിനല്ലേ. ആർക്കും കിട്ടാത്തൊരു അംഗീകാരമല്ലേ മോൾക്ക് കിട്ടിയിരിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മളെ കുടുംബത്തിൽ. സത്യം പറഞ്ഞ അന്ന് ആൽബി തലക്കടി കിട്ടി കിടന്നപ്പോൾ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. ഇതിപ്പോൾ കടം തീർത്തതാ. ആഘോഷം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല മോളെ. ആ, മോളിനി മത്സരങ്ങളിലൊക്കെ ജയിച്ചു കൊണ്ടുവന്നാൽ ഇതിലും വലിയ ആഘോഷങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ സോണിയയും ആൽബിയെയും കൂടി വിളിക്കണം. ആൽബിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ആ, ആൽബി എന്നെ വിളിച്ചിരുന്നു. ആൽബിയുടെ അടുത്തൊരു റിലേറ്റീവിൻ്റെ കല്യാണം ആയതുകൊണ്ട് അവൻ പോയതല്ലേ. അപ്പോൾ കല്യാണി പറയാണ്, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. സാറില്ല, മോൾ പോയിട്ട് വാ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചങ്ങ് അടിച്ച് പൊളിക്കാം, പോരെ. പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക അവരുടെ പരിപാടിയൊക്കെ കാണുകയാണ്. അപ്പോൾ പറയാണ്, ഓ, ഡൽഹിയിൽ വെച്ച് അംഗീകാരം കിട്ടിയതിൻ്റെ പാർട്ടി ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് പ്രകാശൻ താഴേക്ക് ഇറങ്ങി വന്നത്. മോൾ ഉറങ്ങിയില്ലേ? ഇല്ല, കുറച്ച് വർക്ക് കൂടി ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടിക്കേണ്ടത് ചെയ്തു തരാം. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം? അയ്യോ വേണ്ട, പിന്നെ അച്ഛൻ വന്ന സ്ഥിതിക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ അവൾ ഫോൺ കൊടുക്കുകയാണ് പ്രകാശൻ്റെ. എന്നിട്ട് പറയാണ്, ഇതാണ് കാഴ്ച. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കല്യാണിയും കിരണും ഒക്കെ കമ്പത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ചിട്ട് ആഘോഷിക്കുന്നതാണ് കാണുന്നത്. ഉടക്കി പിരിഞ്ഞെങ്കിലും ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്തില്ല അച്ഛാ. അങ്ങനെ വന്നതാ മോളെ. അവരുടെ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഇതുപോലുള്ള കോപ്രായങ്ങൾ ഇനിയും കാണേണ്ടി വരും. അത് നല്ലതാ അച്ഛാ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അതനുസരിച്ച് നമുക്ക് തിരിച്ചടിക്കാം. നമുക്കും ഒരു ആഘോഷം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സന്തോഷത്തോടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കും സ്റ്റാറ്റസ് ഇടാം. അപ്പോൾ പ്രകാശം പറയാണ്, ഗുഡ് ഐഡിയ. എല്ലാം മോളെ, മറ്റേ നാരി പൂജയുടെ പ്രസാദം ഇല്ലേ? ആ, അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു. ഇത്ര പെട്ടെന്ന് അവിടെ കിട്ടിയോ? ഇന്ന് ചെന്നൈ ഫ്ലൈറ്റിൽ പോയ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടതാ. അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ പ്രസാദം കഴിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അതുടനെ വേണമെന്ന് ഒരു പിടിവാശി അമ്മയ്ക്ക്. പിന്നെ ഒട്ടും താമസിച്ചില്ല, അത് അമ്മയ്ക്ക് കൊടുത്തു വിട്ടു. അച്ഛനിപ്പോൾ അമ്മയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ അതിൻ്റെ ഇരട്ടിയോടിരട്ടി അച്ഛനെ കാണാൻ അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ട പ്രകാശൻ ചിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക മനസ്സിൽ പറയാണ്, അയ്യടാ നല്ല ചിരി. അല്ല, ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ മെസ്സേജൊന്നും ആർക്കും അയക്കാറില്ല. മോള് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചത്. മോള് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് അയച്ച്, അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മളിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ എന്തായാലും ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുമല്ലോ. മോളുടെ അമ്മയാണെങ്കിൽ ഒരു ഫോട്ടോ പോലും എനിക്കിതുവരെ അയച്ചു തന്നിട്ടില്ല. അത് അമ്മയ്ക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ്. ടെൻഷൻ എന്തിനാ? അല്ല, അത് അമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് അച്ഛനെ ഇഷ്ടമായില്ലെങ്കിലോ? അല്ലെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് പറ്റിയ മുഖമൊന്നുമല്ല അമ്മയുടേത്. നേരിൽ കാണുമ്പോഴാണ് അതിനേക്കാളും ഭംഗി. ഞാനങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ഭംഗിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഇനിയിപ്പോൾ ഭംഗി ഒട്ടും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല മോളെ. മോളുടെ അമ്മയല്ലേ, ഇനി എൻ്റെ അമ്മയെ നിരാശയാക്കരുത്. അമ്മ അത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. മോൾ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്? ഞാനങ്ങനെ ഒരിടത്തും ഒരു നന്ദികേട് കാണിക്കുന്ന ആളല്ല. ഇതുവരെ ഞാൻ ആരോടും നന്ദികേട് കാണിച്ചിട്ടില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതം അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. മോക്കറിയോ, ദേ ഇവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പെൺമക്കളെ രണ്ടുപേരെയും വളർത്തിയത്. അവസാനം അവരെന്നെ തഴഞ്ഞിട്ട് പോയില്ലേ. ഞാനും എൻ്റെ അമ്മയും ഇവിടെ ഒറ്റക്കായി പോയില്ലേ. ഞാൻ ആരോടും നന്ദികേടും ഒന്നും കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ കഷ്ടപ്പെട്ട സമയത്ത് തന്നെ മോളെ ദൈവം ഇവിടെ കൊണ്ടു തന്നത്. മോക്കറിയോ, എൻ്റെ ജീവിതത്തിലുള്ള ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങളിലെന്നും എനിക്കെതിരേ ആയിട്ടുള്ളൂ. എനിക്ക് ദോഷമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എൻ്റെ അമ്മ ഒഴികെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും, ഭാര്യയും എൻ്റെ 2 പെൺമക്കളും എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ മോളെ. പ്രകാശം നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഞാനിവിടെ നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ ചുരുക്കി പറയാണ്. ജോത്സ്യനെ കണ്ടിരുന്നു മോളെ അമ്മ കൂട്ടിക്കൊണ്ട് പോയിട്ട്. അപ്പോൾ ജോത്സ്യൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. എന്നെ അച്ഛാന്ന് വിളിക്കാനൊരു മോള് വന്നില്ലേ. എന്നെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും എന്നെ നോക്കാനും പരിപാലിക്കാനും ഒക്കെ ഒരു മോള് വന്നില്ലേ. ഇനിയിപ്പോൾ മോളുടെ അമ്മയായിട്ട് ഞാൻ ഒന്നിക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അവർ ഭാര്യയായിട്ട് വരികയാണെങ്കിൽ, അപ്പോഴും ജോത്സ്യൻ പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ കാർത്തിക പറയാണ്, അതുകൊണ്ട് തന്നെയാണ് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ടത്.
എൻ്റെ അച്ഛനുമായിട്ട് നല്ല സാമ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ സ്വന്തം പെൺമക്കൾ പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല മോളെ. ഞാനവരെ ചോര നീരാക്കിയ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതും വളർത്തിയതും. സ്വന്തം ഭർത്താവും വീട്ടുകാരൊക്കെ വന്നപ്പോൾ അച്ഛനെ വേണ്ട, അമ്മുമ്മയും വേണ്ട. കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരെയും അവർ. എന്നിട്ട് എൻ്റെ മോനെ കള്ളക്കേസിൽ കുടുക്കി അവർ ജയിലാക്കി. കാർത്തിക അപ്പോൾ പറയാണ്, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് രക്തം തിളക്കുന്നുണ്ട്. മോളതൊന്നും സാരാക്കണ്ട മോളെ, അതൊക്കെ കളഞ്ഞേര്. പക്ഷേ മോള് സൂക്ഷിക്കണം, എന്നെയും മോളെയും തമ്മിൽ തെറ്റിക്കാൻ അവർ ചിലപ്പോൾ കള്ളത്തെളിവുകൾ വരെ നിരത്തിയെന്ന് വരും. ആ ചതിക്കുഴിയിലൊന്നും മോള് പോവരുത്, വീഴരുത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും നോക്കുന്നില്ല അച്ഛാ. അവരെ കണ്ടാലും ഞാൻ മുഖം തിരിച്ചേ പോകാറുള്ളൂ. ഞാൻ തലച്ചോറില്ലാത്തൊരു പെൺകുട്ടി ഒന്നുമല്ല അച്ഛാ. അതുകൊണ്ടല്ലേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ നിലയിലെത്തിയത്. അതാണ് ആകെയുള്ളൊരു ആശ്വാസം. എനിക്കറിയാം മോളെ. എന്നെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല അച്ഛാ. അതിന് ഞാൻ നിന്നു കൊടുക്കില്ല. ഇനി ആരെങ്കിലും എന്നെ പറ്റിച്ചു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അവരെ ഞാൻ തകർത്തിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. പ്രകാശനൊന്ന് ഞെട്ടി, എന്നിട്ട് മനസ്സിൽ പറയാണ്, എൻ്റെ ഭഗവതി, സത്യങ്ങളൊന്നും ഇവിടെ അറിയല്ലേ. അതെ, അച്ഛൻ എപ്പോഴും നല്ല സ്മാർട്ടായിട്ട് വേണം നടക്കാൻ. ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ നല്ല ഫോട്ടോസ് എടുക്കണം. ഫോട്ടോസ് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടണം. അവരൊക്കെ കാണട്ടെ, എല്ലാവരും കണ്ട് അസൂയപ്പെടട്ടെ. മോള് പറഞ്ഞ് ഞാൻ പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മോളെ. എന്നാൽ പിന്നെ അച്ഛൻ പോയി കടന്നോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അല്ല, ഞാൻ വേണേൽ കൂട്ടിയിരുന്നോളാം. മോള് ഒറ്റയ്ക്കിരുന്ന് മുഷിയണ്ട. ഞാൻ ഇവിടെ ഇരുന്നോളാം, സൈഡിലിരുന്നോളാം. വേണ്ട അച്ഛാ, അച്ഛന് 19 വയസ്സ് കഴിഞ്ഞതല്ലേ. അച്ഛൻ റിസ്ക് എടുക്കണ്ട. അച്ഛൻ പോയി കിടന്നു. അപ്പോൾ അയ്യോ മോളെ, എനിക്ക് 19 ആയില്ല മോളെ, ഒരു 10-45. എന്നാലും അത്രത്തോളം ആയില്ല അച്ഛാ. ഇനി അച്ഛൻ റിസ്ക് എടുക്കണ്ട, കിടന്നു പോയിട്ട്. അല്ല, ഈ 40കളും 50കളും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, എന്നാൽ ഞാൻ തർക്കിക്കുന്നില്ല. മോള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഉറങ്ങാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുരനെയാണ്. ബഗാസുരൻ്റെ ഫോണിലും മെസ്സേജ് വരികയാണ്. സംഭവം കല്യാണിയും കിരണവും ഒക്കെ ആഘോഷിച്ച് അർമാദിച്ച് കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ചുള്ള ഫോട്ടോസാണ് വരുന്നത്. അത് കണ്ടപ്പോൾ അയാൾ എടുത്ത് ഞെട്ടലോടെ നോക്കുകയാണ്. നാളെ അവൾ പോകുന്നു. പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾക്ക് പഴയ രീതിയിൽ അവളുടെ ഭർത്താവിനെ കിട്ടരുത്. പിന്നെ കാണിക്കുന്നത് നമ്മളെ കല്യാണിയും കിരണും കൂടി കിടക്കുകയാണ്. അപ്പോൾ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സങ്കടത്തിൻ്റെ മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ആ സമയത്ത് സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ഒക്കെ ഒരു ഭാഗ്യമാണ്, കിരൺ കല്യാണിയോട് പറയാം. അത് ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതാ. കല്യാണി വിഷമത്തോടെ ചിരിക്കുക. ഒരു പെൺകുട്ടിയുടെ ഇല്ലായ്മത്തരം കണ്ടിട്ട് അവളോട് സഹതാപം തോന്നിയിട്ട് അവളെ വിവാഹം കഴിക്കുന്ന പലരും ഉണ്ട്. എന്നാൽ വിവാഹശേഷം കിട്ടാത്തത് കിട്ടുമ്പോൾ അവളുടെ സ്വഭാവം മാറിയാൽ, സത്യം പറഞ്ഞാൽ അതൊരു ആണിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയായിരിക്കും. ഇവിടെ പക്ഷേ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന നീ എനിക്കൊരു 100 കോടിയുടെ സമ്പത്താണ് തന്നിരിക്കുന്നത്. സ്വത്തും പണവും എല്ലാം നമുക്കിവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നേക്കാം. എന്നാൽ സ്നേഹം ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഒരാൾ മറ്റൊരാളേക്കാൾ മുമ്പിൽ മരിക്കുമ്പോൾ മരിച്ചാണെങ്കിലും ജീവിച്ചിരിക്കുന്ന അവളുടെ ആത്മാവിലേക്ക് ചേരും. മുമ്പുണ്ടായിരുന്ന സ്നേഹം നിലനിൽക്കും എന്നായിരിക്കും വിശ്വാസം. അതാണ് സത്യം. അപ്പോൾ കിരൺ പറയാണ്, അച്ഛനമ്മമാർ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം ഒരു സമയം കഴിയുമ്പോൾ മക്കളിൽ നിന്നും തിരിച്ചു കിട്ടാറില്ല. മിക്കവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രം മരണം വരെ സ്നേഹം അതേപടി നിലനിൽക്കുന്നത്. അപ്പോൾ കല്യാണി പറയാ, ഇതേപ്പറ്റി എന്തിനാ ഇപ്പം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നാളെ എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്യാനാണോ? ഏയ്, ഒരിക്കലുമല്ല. നീയായിട്ട് പലതവണയും ക്യാൻസലാക്കാൻ നോക്കിയതാണല്ലോ. എന്നാൽ ഇനി അധികം സംസാരിക്കണ്ട. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഉറങ്ങാൻ ശ്രമിക്കാമെന്ന് പറ. അങ്ങനെ രണ്ടുപേരും വിഷമത്തോടെ ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. അത്രയുമാണ് ഇന്നത്തെ ഭാഗം. അടുത്ത ഭാഗവുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.